എന്നാൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം ഖത്തർ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഉദ്ഘാടന ചടങ്ങിൽ അവിടെ ഖുർആൻ ഓതി എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ പല ആളുകളും രംഗത്ത് വന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ആ നാടിൻ്റെ സംസ്കാരമാണ്, കേൾക്കണം, ആ നാടിൻ്റെ സംസ്കാരമാണ്, അവരുടെ ആചാരമാണ് എന്ന് നിങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് പലരും രംഗത്ത് വന്നു. അങ്ങനെ രംഗത്ത് വന്ന് നിങ്ങൾക്ക് കേവലം കുറച്ച് പുൽക്കൂടിലെ രൂപങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ഹാലിളകുന്നത് എന്താണ് കോയകളെ? ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഇതൊന്നും പാടില്ലെന്ന് പറയാൻ എന്ത് അർഹത നിങ്ങൾക്കുണ്ട്? അപ്പോൾ ഖത്തറിലിരുന്ന് ഖുർആൻ വായിക്കുന്നത് കൊണ്ട് ലോകത്തുള്ള പല ജനങ്ങളും അവിടെ സാക്ഷിയായിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ലോകത്ത് പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ജനങ്ങൾ അവിടെ സാക്ഷിയായിട്ടിരിക്കുന്നുണ്ട്. അവർക്കത് അലോസരപ്പെടുത്തും, അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. മാത്രമല്ല, ഞാൻ നിങ്ങളോടൊരു മറു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. അതായത്, രാവിലെ എണീക്കുമ്പോൾ അമ്പലത്തിലെ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാറില്ലേ? അല്ലെങ്കിൽ പള്ളിയിൽ കുർബാന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇവിടെ വർഗീയത സൃഷ്ടിക്കുകയാണെന്നുള്ളതാണ്, ഞാൻ ഇവിടെ വർഗീയത സൃഷ്ടിക്കുകയാണെന്നുള്ളതാണ്. വളരെ നല്ല തലക്കെട്ട് എനിക്ക് അങ്ങ് തന്നു. ഞാനാണ് ഇവിടുത്തെ വർഗീയവാദി എന്നുള്ള രീതിയിൽ. സിസ്റ്ററെ, ഞങ്ങൾ നല്ല രീതിക്ക് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ മാന്യമായി പറഞ്ഞവരുണ്ട്. കൂടുതലായിട്ട് തേർവിളി കൊണ്ട് എന്നെ അഭിഷേകം ചെയ്ത ആൾക്കാരുണ്ട്. നീ നിന്റെ പണി നോക്കിയാൽ മതി, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങളുടെ കാര്യത്തിൽ തലയിടാൻ വരണ്ട എന്ന് പറഞ്ഞ് പല ചുടാപ്പികൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും എന്താ ഉത്തരവില്ലേ? ഞാൻ ചോദിക്കുകയാണ്, വീണ്ടും ചോദിക്കുകയാണ്, എന്താ ഉത്തരവില്ലേ? അപ്പോൾ മുസ്ലിം രാജ്യങ്ങളിൽ തോന്നുന്നത് പോലെ എന്തും ആവാം. ഇവിടെ നമ്മളിപ്പം എന്തെങ്കിലും സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ പ്രശ്നം. ഇത് പാടില്ല, ഇത് തെറ്റാണ്, ഇത് ഞങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്താണ്? അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. അവിടെ പുൽക്കൂട്ടിലുള്ള രൂപങ്ങൾക്ക് പകരം ഖുർആനായിരുന്നു ഇരുന്നതെങ്കിൽ, അത് ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഹിന്ദു ആയിട്ടുള്ള ഒരാളാണ് എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ ഇന്നിവിടെ വർഗീയ കലാപം നടക്കുമായിരുന്നു. ഇതുകൊണ്ട് നിങ്ങൾ എന്നെ കൃസംഗി എന്ന് വിളിച്ചേക്കാം. ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും കാലം എനിക്ക് സംഗി എന്നുള്ള പേരായിരുന്നു, കുഴപ്പമില്ല. ഇനി എൻ്റെ കൂടെ കൃസംഗി എന്നൊരു ലേബലും കൂടി വന്നു കഴിഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എന്നെ എന്ത് വേണേലും വിളിക്കാം. ഓക്കെ, കാരണം ഇതൊന്നും എന്നെ ബോധർ ചെയ്യുന്ന കാര്യങ്ങളല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ സംഗീന്നോ കൃസംഗീന്നോ അല്ലെങ്കിൽ മങ്കീന്നോ ഡോങ്കീന്നോ എന്ത് വേണേ വിളിക്കാം. കാരണം ഇതിലും വലുതായിട്ടുള്ള, കേട്ടാൽ അറയ്ക്കുന്നതായിട്ടുള്ള പല തെറികളും അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ, സ്ത്രീ എന്താണെന്നറിയാത്ത രീതിയിൽ പല വാക്കുകൾ ഉച്ചരിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പല ആളുകളും. എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തെ എല്ലാവരും ഇങ്ങനെ വിമർശിക്കുന്നതെന്ന് ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഉത്തരം ഒരുപാട് നിങ്ങളുടെ ചുറ്റിനുമുണ്ട്. ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ ഉള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? ഇപ്പോൾ മുസ്തഫ എന്ന് പറഞ്ഞ ആൾ ചെയ്തത് തെറ്റാണ്, അങ്ങനെ ഞങ്ങളുടെ മതം പറയുന്നില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടോ? മറിച്ച് അയാളെ സപ്പോർട്ട് ചെയ്യുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അത് തന്നെയാണ് വീണ്ടും നിങ്ങളുടെ മതത്തിലുള്ള ആളുകളെ കൊണ്ട് തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്നത്.